നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇൻകം ടാക്സ് ലോസ് ആൻഡ് അക്കൗണ്ട്സിലെ സെക്കൻഡ് ചാപ്റ്ററായ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റിയാണ്. ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങിൻ്റെ എക്സ്പ്ലനേഷനാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതായത് ഓരോ വ്യക്തിയും അടയ്ക്കുന്ന ടാക്സ് അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിസിലായിരിക്കും. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും ഇന്ത്യയിൽ എത്ര ദിവസം താമസിക്കുന്നു, ആ ദിവസങ്ങളുടെ എണ്ണം നോക്കിയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ കണക്കാക്കുന്നത്. ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് ടാക്സ് അവരെത്രമാത്രം അടയ്ക്കുന്നതെന്ന് കണക്കാക്കുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഫേം AOP BOI, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കമ്പനി, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എവരി അതർ പേഴ്സൺ. ഇതൊക്കെ നമുക്ക് പഠിക്കണം. ആദ്യത്തെ ഇൻഡിവിജ്വൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 3 ടൈപ്പ് ഉണ്ട്. ഓർഡിനറിലി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യാൻ 2 കണ്ടീഷൻസ് ഉണ്ട്. ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും. ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പ്രീവിയസ് ഇയറിൽ 182 ദിവസത്തിനേക്കാൾ കൂടുതലോ 182 ദിവസമോ താമസിക്കണം. ബേസിക് കണ്ടീഷനിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പ്രീവിയസ് ഇയറിൽ 60 ദിവസവും പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 4 വർഷങ്ങളിൽ 365 ദിവസമോ അതിനേക്കാൾ കൂടുതലോ താമസിച്ചിരിക്കണം. ഇതാണ് ബേസിക് കണ്ടീഷനിൽ രണ്ടാമത്തെ. അഡീഷണൽ കണ്ടീഷനിൽ 2 ഉണ്ട്. അതായത് പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 10 വർഷത്തിൽ 2 വർഷമെങ്കിലും അയാൾ അവിടെ താമസിച്ചിരിക്കണം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 7 വർഷത്തിൽ 730 ദിവസവും താമസിച്ചിരിക്കണം. ഈ 2 കണ്ടീഷൻസ് നോക്കിയിട്ടാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ഡിറ്റർമൈൻ. ബേസിക് കണ്ടീഷനിൽ ഈ 60 ദിവസമല്ലേ, അതിന് ചില എക്സംഷൻ കേസുകളുണ്ട്. ഇന്ത്യൻ സിറ്റിസൺ പുറം രാജ്യങ്ങളിൽ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോഴോ പിന്നെ ഇന്ത്യൻ ഷിപ്പിൽ ജോലി ചെയ്യുന്നവർക്ക്, ഇന്ത്യൻ ഷിപ്പിൽ ജോലി ചെയ്യുന്നവർക്കും 182 ദിവസം വേണം. 60 ദിവസമല്ല വേണ്ടത്, 182 ദിവസമാണ് വേണ്ടത്, 60 ദിവസമല്ല. പിന്നെ ഫോറിൻ നാഷണൽ ഓഫ് ഇന്ത്യൻ ഒറിജിൻസ് അവർക്കും 182 ദിവസം തന്നെ വേണം. അതായത് ഇന്ത്യൻ വംശജരാണ്, പക്ഷേ പുറം രാജ്യത്താണ് താമസിക്കുന്നത്. അവർക്കും 182 ദിവസം തന്നെ വേണം, 60 ദിവസമല്ല വേണ്ടത്. അതായത് 182 ദിവസമോ അതിനേക്കാൾ കൂടുതലോ പ്രീവിയസ് ഇയറിലും, പ്രീവിയസ് ഇയറിന് മുൻപുള്ള 4 വർഷം 365 ദിവസമോ അതിനേലും കൂടുതലോ വേണ്ടി വരും. ഒരു വ്യക്തി റെസിഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അതോടൊപ്പം 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, പിന്നെ 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. പിന്നെ നോൺ റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, അപ്പോൾ പിന്നെ അഡീഷണൽ കണ്ടീഷൻ്റെ കാര്യം നമ്മൾ ചിന്തിക്കുക വേണ്ട. സെക്കൻഡ് വണ്ണാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിനെ കൺട്രോൾ ചെയ്യണതും മാനേജ് ചെയ്യണതും കർത്ത എന്ന് പറഞ്ഞ ഒരാളാണ്. ഇതിന് 3 ടൈപ്പ് ഉണ്ട്: റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. റെസിഡൻറ്റ് ആവണമെങ്കിൽ കൺട്രോളും മാനേജും ഫുള്ളി ഓർ പാർഷ്യലി ഇന്ത്യയിലായിരിക്കണം സിറ്റുവേറ്റ് ചെയ്തിരിക്കണം. കർത്ത എന്ന് പറഞ്ഞ ആൾ അഡീഷണൽ കണ്ടീഷൻസ് 2ഉം സാറ്റിസ്ഫൈ ചെയ്യണം. അഡീഷണൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ച 2 കണ്ടീഷൻസ് ഇല്ലേ, പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 10 വർഷത്തിൽ 2 വർഷത്തിലെങ്കിലും ആൾ നാട്ടിലുണ്ടായിരിക്കണം. പിന്നത്തെ എന്ന് പറഞ്ഞാൽ അഡീഷണൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രീവിയസിന് തൊട്ട് മുൻപുള്ള
7 വർഷത്തിൽ 730 ദിവസമെങ്കിലും ആൾ ഇന്ത്യയിലുണ്ടായിരിക്കണം. ഇതാണ് അഡീഷണൽ കണ്ടീഷൻസ് കേട്ടോ. ഈ 2 കണ്ടീഷൻസും ആൾ കർത്താന്ന് പറഞ്ഞ ആൾ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയെങ്കിൽ ആൾ റെസിഡൻ്റാണ്. അത് റെസിഡൻ്റ് ആണ്. പിന്നെ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോളും മാനേജ്മെൻറ്റും ഫുള്ളി ഓർ പാർഷ്യലി ഇന്ത്യയിൽ തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതായത് മുകളിലത്തെ പോലെ തന്നെ അടിയിലും. നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ്. പക്ഷേ കർത്ത 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അയാളെ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് എന്നാണ് പറയുക. പിന്നെ നോൺ റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോളും മാനേജ്മെൻറ്റും ഒക്കെ ഔട്ട്സൈഡ് ഇന്ത്യ ആയിട്ടാണ്, ഫുള്ളി ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോൺ റെസിഡൻ്റ് എന്ന് പറയും. തേർഡ് വണ്ണാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഇതിൽ 2 എണ്ണമുള്ളൂ, റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും. നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് ഇതിലില്ല. പിന്നെ അടുത്ത സെക്ഷനിലും ഇല്ല കേട്ടോ നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. ഇതിൽ റെസിഡൻ്റ് ആയിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനി റെസിഡൻ്റ് ആവണമെങ്കിൽ ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. പിന്നെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് പോയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്യണം. പോയം എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ മാനേജീരിയൽ ഫങ്ഷൻസ് ഇല്ലേ, കീ മാനേജീരിയൽ ഫങ്ഷൻസും ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ മെയിനായിട്ട് നടക്കുന്ന സ്ഥലം. അത് ഇന്ത്യയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ റെസിഡൻ്റ് എന്ന് പറയും. പിന്നെ നോൺ റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ കമ്പനി ആയിരിക്കില്ല. പോയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പുറത്തായിരിക്കണം. അതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കമ്പനി. പിന്നെ ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഫേം, AOP, BOI. AOP എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. BOI എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ഫേം, AOP, BOI അതിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. റെസിഡൻ്റ് ആവണമെങ്കിൽ കൺട്രോളും മാനേജ്മെൻറ്റ് ഫുള്ളി ഓർ പാർഷ്യലി ഇൻ ഇന്ത്യ. നോൺ റെസിഡൻ്റ് ആവണമെങ്കിൽ കൺട്രോളും മാനേജ്മെൻറ്റ് ഫുള്ളി ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ആ കമ്പനിയുടെ കൺട്രോളും മാനേജ്മെൻറ്റും ഒക്കെ ഇന്ത്യയിൽ തന്നെ നടത്തണമെന്ന് വെച്ചാൽ ഫുള്ളി ആണെങ്കിലും പാർഷ്യലി ആണെങ്കിലും കുറച്ചാണെങ്കിലും കൺട്രോള് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ റെസിഡൻ്റ് എന്ന് പറയും. 5ാമത്തെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എവറി അതർ പേഴ്സൺ. എവറി അതർ പേഴ്സൺ റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും ഉണ്ട്. റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോള് മാനേജ്മെൻറ്റ് ഫുള്ളി പാർഷ്യലി ഇന്ത്യയിലായിരിക്കും. അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഇന്ത്യ. ഇതിൽ എവറി അതർ പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് ലോക്കൽ അതോറിറ്റീസോ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസോ ഒക്കെ ഇല്ലേ, അവരെയാണ് എവറി അതർ പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത്. എവരി അതർ പേഴ്സണിലെ എക്സാമ്പിളാണത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് നമുക്ക് അത്രേ പഠിക്കാനുള്ളൂ. ഇൻഡിവിജ്വൽ, HUF, ഫേം, AOP, BOI, കമ്പനി, എവരി അതർ പേഴ്സൺ ഇവരുടെയൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു. റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ടാക്സും തമ്മിൽ റിലേഷൻ നോക്കാം. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, അതായത് പുറം രാജ്യത്ത് ഒക്കെ ജോലി ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇന്ത്യയിലേക്ക് പൈസ വരാമെന്ന് വയ്ക്കുക. ഒരു ആൾ പുറം രാജ്യത്ത് ജോലി ചെയ്തു വന്നിട്ട് ആളുടെ നാട്ടിലുള്ള ബന്ധുക്കൾക്ക് പൈസ അയച്ചു കൊടുക്കാമെന്ന് വയ്ക്കുക. അതായത് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലേക്ക് വന്ന പൈസയാണെങ്കിൽ റെസിഡൻ്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻ്റ് ആണെങ്കിലും ടാക്സ് അടയ്ക്കണം. ഇന്ത്യയിലേക്ക് വരുന്ന പൈസയല്ലേ. പിന്നെന്ന് പറഞ്ഞാൽ ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഉണ്ടാവണ പൈസയില്ല പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്നതായി കരുതപ്പെടുന്ന പൈസ. അതാണെങ്കിൽ റെസിഡൻ്റ് ആണെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നതായി കരുതപ്പെടുന്ന പൈസയില്ല. അപ്പം നമ്മൾ 3 പേരും ടാക്സ് അടയ്ക്കണം. റെസിഡൻറ്റും നോട്ട് ഓർഡിനറിലി ആണെങ്കിലും നോൺ റെസിഡൻ്റ് ആണെങ്കിലും ടാക്സ് അടയ്ക്കണം. ഇൻകം അക്വയറിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ അക്വയർ ചെയ്യണ പൈസയാണെങ്കിൽ എല്ലാതും ടാക്സബിളാണ്. ഫോർത്ത് വൺ ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ, അതായത് ഇൻകം ഹാസ് ആക്ച്വലി നോട്ട് അക്രൂഡ് ഓർ അറൈസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഉണ്ടാവുന്ന പൈസയില്ല ബട്ട് ഇറ്റ് ഈസ് ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ഉണ്ടാവുന്നതായി കരുതപ്പെടുന്ന പൈസ. അതാണെങ്കിൽ എല്ലാവരും ടാക്സ് അടച്ചിരിക്കണം. എല്ലാവർക്കും ടാക്സ് ഉള്ളതാണ്. റെസിഡൻ്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണെങ്കിലും നോൺ റെസിഡൻ്റ് ആണെങ്കിലും ടാക്സ് അടയ്ക്കണം.
ഇന്ത്യക്ക് പുറത്തായിരിക്കും ബിസിനസ്സും പ്രൊഫഷനും ഒക്കെ, പക്ഷെ സെറ്റപ്പ് ചെയ്യണതും കൺട്രോൾ ചെയ്യണതും ഇന്ത്യക്കകത്തിരുന്നിട്ടാണെങ്കിൽ അയാൾ റെസിഡൻ്റ് ആണെങ്കിൽ ടാക്സ് അടയ്ക്കണം, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും ടാക്സ് അടയ്ക്കണം, നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ടാക്സ് അടയ്ക്കണ്ട. പിന്നെ ഇൻകം, ബിസിനസ്സിൻ്റെ പ്രൊഫഷൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യണത് ഇന്ത്യക്ക് പുറത്താണ്, കൺട്രോൾ ചെയ്യണതും ഇന്ത്യക്ക് പുറത്താണ്. പക്ഷെ ആൾ ഇന്ത്യക്കാരനാണെങ്കിൽ, റെസിഡൻ്റ് ആണല്ലോ, ആണെങ്കിൽ മാത്രം ടാക്സ് അടച്ചാൽ മതി, ബാക്കിയാണെങ്കിൽ ടാക്സ് അടയ്ക്കണ്ട. ഓൾ അതർ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ ഇൻകം ആണെങ്കിലും റെസിഡൻ്റ് ആണെങ്കിൽ ടാക്സ് അടയ്ക്കണം, ബാക്കി ആരും ടാക്സ് അടയ്ക്കണ്ട. പിന്നെ ഇൻകം റിസീവ്ഡ് ഓർ അക്രൂഡ് അറൈസൺ ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ഏർലിയർ ഇയേഴ്സ് ബട്ട് ലേറ്റർ ഓൺ റിമിറ്റഡ്. ഏർലിയർ ഇയേഴ്സ് മുൻപ് ഇന്ത്യക്ക് ഇൻകം വന്നിരുന്നു, ഇന്ത്യയിലേക്ക് ഇൻകം വന്നിരുന്നു, അയച്ചിരുന്നു. ഇപ്പോൾ ഇല്ല, പ്രീവിയസ് ഇയറിലായിരുന്നു അത്. അപ്പോൾ 3 പേരും ടാക്സ് അടയ്ക്കണം. ഇപ്പോൾ ഇല്ല, മുൻപ് ഉണ്ടായിരുന്നു, ഇൻകം വന്നിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ ടാക്സ് അടയ്ക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഈ ടേബിൾ വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. ടാക്സ് അടയ്ക്കേണ്ടാത്തതായിട്ടുള്ള കുറച്ച് എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഇവർക്കൊന്നും ടാക്സ് അടയ്ക്കേണ്ട. ഇന്ത്യൻ കമ്പനിയിൽ ഡിവിഡൻഡ് കിട്ടാന്ന് വയ്ക്കുക, 10 ലക്ഷം വരെ, അങ്ങനെയാണെങ്കിൽ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട. ഇന്ത്യയിൽ അഗ്രികൾച്ചർ ഇൻകം കിട്ടുകയാണെങ്കിൽ ആൾക്ക് ടാക്സ് അടയ്ക്കേണ്ട. പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ഷെയർ ആയിട്ട് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ആൾക്ക് ടാക്സ് അടയ്ക്കേണ്ട. ഹിന്ദു അൺഡിവൈഡ് ഫാമിലിയിൽ നിന്ന് പ്രോഫിറ്റ് ഷെയർ കിട്ടുകയാണെങ്കിൽ അത് ടാക്സ് അടയ്ക്കേണ്ട. പോസ്റ്റ് ഓഫീസിൽ സേവിങ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് ടാക്സ് അടയ്ക്കേണ്ട. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനും ടാക്സ് അടയ്ക്കണം. ഇതൊക്കെ എക്സെപ്ഷണൽ കേസ്. റെസിഡൻഷ്യൽ സ്റ്റഡീസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി എന്ന ഈ ചാപ്റ്ററിൽ തിയറി ഭാഗം ഇത്രയേ ഉള്ളൂ. പ്രോബ്ലംസ് ചെറിയ ചെറിയ പ്രോബ്ലംസാണ്, അത് അടുത്ത പാർട്ടിൽ നമുക്ക് നോക്കാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. റെസിഡൻഷ്യൽ സ്റ്റഡീസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി എന്ന ഈ ചാപ്റ്ററിൽ തിയറി ഭാഗം ഇത്രയേ ഉള്ളൂ. പ്രോബ്ലംസ് ചെറിയ ചെറിയ പ്രോബ്ലംസാണ്, അത് അടുത്ത പാർട്ടിൽ നമുക്ക് നോക്കാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു.